യുഡിഎഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം ചർച്ചയാക്കി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം. പ്രബോധനം മാസികയിലെ വരികൾ വായിച്ചു കേൾപ്പിച്ച് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മറുപടി നൽകി. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തെ സമസ്തയിലെ ഒരു വിഭാഗം എതിർക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കുള്ള പിന്തുണയായി മാറുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം വലിയ ചർച്ചയാക്കുവാനും മുൻകാല ബാന്ധവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ അതേ നാണയത്തിൽ നേരിടാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങിയതോടെ കേരള രാഷ്ട്രീയം ചടുലതാളത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി CPIMനുള്ള അകലം കുറഞ്ഞു വരുന്നുവെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കൂവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ പ്രസ് ക്ലബിലെ മുഖാമുഖത്തിൽ മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിച്ചത് UDF ക്യാമ്പിലേക്കുള്ള മിസൈലായിരുന്നു. 4 വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് പിറകെ പോകേണ്ട ഗതികേട് CPIMനില്ലെന്നും കോൺഗ്രസ് വിരുദ്ധ നിലപാടിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചതിനെ CPM ബാന്ധവുമായി കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയെ CPIM സ്വാഗതം ചെയ്ത നിലപാട് സംബന്ധിച്ച് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ മുഖമാസികയായ പ്രബോധനത്തിന്റെ എഡിറ്റോറിയൽ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന ജമാഅത്തിന്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് വോട്ട് ജമാഅത്തെ നൽകുകയുണ്ടായില്ല എന്ന് പ്രബോധനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനായിരുന്നില്ല അവരുടെ വോട്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ തന്നെ പറഞ്ഞത് അംഗീകരിക്കാൻ ഇപ്പോൾ പ്രയാസം ഉണ്ടാകേണ്ടതില്ലെന്നും കോൺഗ്രസിനാണ് അവർ വോട്ട് നൽകി വന്നിരുന്നതെന്നും മനസ്സിലാക്കുക. 1991 കോൺഗ്രസിനുള്ള പിന്തുണ ജമാഅത്തെ നല്ല രീതിയിൽ ആവർത്തിച്ചിരുന്നു. എന്നാൽ 1992 ഒരു സാഹചര്യമുണ്ടായി. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. 1996 തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കോൺഗ്രസിനെതിരെ ആയിരിക്കുമല്ലോ അവരുടെ നിലപാട്. അപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയ്ക്ക് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു. പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടത്തിൽ പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുന്ന നിലപാട് അവർ കൈക്കൊണ്ടപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർക്കെല്ലാം വോട്ട് ലഭിച്ചു. ചില ഘട്ടങ്ങളിൽ അവർ സ്വയമേവ മത്സരിച്ചു. 2006-2011 VS സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി ഇടതുവിരുദ്ധ വിശാല സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. കിനാലൂർ വിഷയമൊക്കെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് CPMനുണ്ടായിട്ടില്ല. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇപ്പോൾ പലരും മത്സരിക്കുകയാണ്. CPM ഒരു ഘട്ടത്തിലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. UDFിന്റെ പ്രചരണ മെറ്റീരിയലുകൾ ഇപ്പോൾ തയ്യാറാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണ് ചെയ്യുന്നത്. സത്യമാണെന്നറിഞ്ഞിട്ടും നുണക്കഥകൾ പലയാവർത്തി പ്രചരിപ്പിച്ചാൽ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന സിദ്ധാന്തം പ്രയോഗിക്കുന്ന UDFിന്റെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. UDFന് അവരുടേതായ പോരായ്മകൾ കാരണം കേരള രാഷ്ട്രീയത്തിൽ നിൽക്കക്കള്ളിയില്ലാതായിരിക്കുന്നു. അങ്ങനെ വന്നതോടെ 4 വോട്ടിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാകുന്ന നിലയാണ്. എവിടെയെങ്കിലും BJPയുമായി ഒത്തുപോകുവാൻ പറ്റുമോ എന്നും അവർ നോക്കും. ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് കോൺഗ്രസ് ആലോചിക്കണം. മഹാത്മാഗാന്ധിയുടെ നിലപാടുകൾ മറന്നുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസിന്റെ ബാന്ധവത്തെ കോൺഗ്രസ് അനുഭാവമുള്ള MN കാരശ്ശേരി വിമർശിച്ചതും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകം പരാമർശിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFിന്റെ ബാന്ധവം ഏത് വിധേനയും തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് CPIM പയറ്റുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുമ്പോൾ സമസ്തയിലെ ഒരു വിഭാഗവും ആ നിലപാട് ശരിവെക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായപ്പോഴാണ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുഖവും സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവും ലീഗിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണെന്ന് ഹമീദ് ഫൈസി ഉന്നയിച്ചു. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെക്കുകയാണെന്ന് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ജമാഅത്തെ ബ്രദർഹുഡ് ആശയങ്ങൾ മുസ്ലിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ വഴിയൊരുക്കി കൊടുക്കലാകുമെന്നാണ് ഹമീദ് ഫൈസി നിരീക്ഷിക്കുന്നത്.
അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറിയാൽ കൂട്ടുകൂടുന്നവരും സമസ്തയും ഇസ്ലാമുമെല്ലാം തകരുമെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുഖവും ചൂണ്ടിക്കാട്ടി. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തെ പ്രധാനികളായ 2 നേതാക്കളുടെയും പ്രസ്താവനകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൈക്കൊള്ളുന്ന നിലപാടുകൾക്ക് കരുത്തുപകരുന്നതാണ്. UDFിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനുള്ളിൽ കാര്യമായ പിളർപ്പുണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങൾ എന്നത് വ്യക്തം.